ഹായ് ഫ്രണ്ട്സ്, സുഹൃത്താണ് കൂടി ഞാനും പല വീഡിയോയിലും ഇപ്പോൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു 3 വീഡിയോയിലും സായി ബ്രോവിൻ്റെ ഒരു ഗെയിം ഈ ഒരു സ്ലോ പാറ്റേൺ മാറ്റി പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി കയറിയിട്ടേ ഉള്ളൂ. ഒരു പച്ചച്ചാണകത്തിൽ തീ പിടിക്കുന്ന പോലെയാണ് ഇപ്പോൾ പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അത് പലരും പരദൂഷണമായിട്ട് കണ്ടു, പലരും വെറും പരദൂഷണമായിട്ട് കണ്ടു. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ പൂർണ്ണമായിട്ടും പുള്ളിയുടെ ഗെയിമിനെ തള്ളിക്കളയാൻ പറ്റുമോ? ജാസ്മിൻ്റെ ഒരു അവസ്ഥ നോക്കണം. ആദ്യത്തെ ദിവസം പറഞ്ഞു, എന്താ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നേ, എന്താ ഇവിടെ നടക്കുന്നേ, ആ സംഭവമായിരുന്നു. ആദ്യം കുറെ കരഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം. രശ്മിൻ്റെ അടുത്ത് പോകുന്നു, നീയല്ലേ കൂടുതലും കെട്ടിപ്പിടിച്ചിട്ട് കഴുകിയിട്ടൊക്കെ ഇരുന്നുണ്ടായിരുന്നേ എന്ന് പറഞ്ഞ് രശ്മിൻ്റെ മണ്ടയിലും പിന്നെ ഗബ്രിയുടെ മണ്ടയിലൊക്കെ ഇട്ടിട്ട് ഇവളൊരു തെറ്റും ചെയ്യാത്ത പോലെ ഇവള് ഒരു തെറ്റും ചെയ്യാത്ത പോലെയുള്ള ഒരു വൈറ്റ് വാഷ് സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായാലും ഇടയ്ക്ക് പോയി കരയുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പുറത്തെ വിഷയം അറിഞ്ഞതിന് ശേഷം ജാസ്മിൻ പൂർണ്ണമായിട്ടും അതിന്ന് റിക്കവർ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ്റെ എയർ പോയി. ഇനി ആ ഒരു പഴയ ലെവലിലേക്ക് എത്തുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം എപ്പോഴും ഡിസ്കഷൻ, ഗബ്രിയുടെ ഡിസ്കഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ലൈവ് കൂടി കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇപ്പോഴത്തെ ഡിസ്കഷൻ ഫുള്ള് പുറത്തുള്ള കാര്യം തന്നെയാണ്. സായി ബ്രോ ആണ്. സായി എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അവരുടെ ലക്ഷ്യം ചിലപ്പോൾ തന്നെ മെൻ്റലി തളർത്താനായിരിക്കും. നീ തളർന്നു പോകരുത് എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പോൾ ഗബ്രി ഇത് പറയുന്നത് വരെ ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് മറ്റൊരാളുടെ അച്ഛനെയും അമ്മയും ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അവരുടെ ഫേസിൽ നിന്നൊന്നും റീഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മുടെ അച്ഛനും അമ്മയും ഒരു വീഡിയോയിൽ വന്നിട്ട് എന്ത് വിഷയമാണെങ്കിലും എത്ര പ്ലസൻ്റായിട്ട് സംസാരിക്കുകയാണെങ്കിലും അവരുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ ബിഗ് ബോസും ഗബ്രിയൊക്കെ പറയുന്നു അവൻ ചുമ്മാ തന്നെ തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, മുന്നോട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്താലും സ്വന്തം ഉപ്പയെയും ഉമ്മയെയും നേരിട്ട് ഒരു ഈദ് വിഷിങ് വീഡിയോയിൽ കാണുമ്പോൾ ജാസ്മിന് മനസ്സിലായി സംതിങ് ഫിഷി. അപ്പോൾ സായി ബ്രോ പറഞ്ഞതെല്ലാം ഉള്ള കാര്യമായിരുന്നു. അപ്പോൾ സായി ബ്രോയെ മുഴുവൻ പറഞ്ഞിട്ടില്ല, വാണിങ് കിട്ടി, പറച്ചിൽ നിന്നു. ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ജാസ്മിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ജാസ്മിൻ കരയണ പോലുമില്ല, ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വേറെ എല്ലാവരുടെയും വിഷിങ് വീഡിയോ വന്നു, അവളുടെ എക്സ്പ്രഷനിൽ ഒരു തരി പോലും മാറ്റമില്ല. അവളങ്ങനെ പകച്ചിരിക്കണം, ബ്ലാങ്ക് ആയിട്ട് ഒരു വല്ല ബൊമ്മ ഇരിക്കണ പോലെ ഇരിക്കുകയാണ്, വിത്തൗട്ട് എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക, ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതിന് കാരണം ആരാ? സായി ബ്രോ. ബാക്കിയുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, പലരോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് ജിൻഡോനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി, അതൊരു തെറ്റായ ധാരണയും കൂടി ആയിരുന്നു. ഇതേ പവർ ടീമിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് അവരെ കാൽക്കീഴ് കൊണ്ടുവരാനൊക്കെ പറയുന്നത് സായി ബ്രോയുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പം തന്നെ അവർ രാജകീയമായിട്ട് രാജാവിലും രാജാക്കന്മാരായിട്ടാണ് പെരിക്കുന്നത്. അതായത് അപ്സരയുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡേ മാറി പവർ ടീമിൽ വന്നപ്പോൾ. ക്യാപ്റ്റൻസി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്സര വാസ് ഗുഡ്, പക്ഷേ പവർ ടീമിലേക്ക് എത്തിയപ്പോൾ അപ്സര ഇത്തിരി ഓവറായി പറഞ്ഞാൽ അൻസിബ കാണിച്ച ഒരു ഇൻസിഡൻറ്റിലൊന്നും അപ്സരയുടെ ഒരു തെറ്റ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി അപ്സരയുടെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല ക്ഷീണവും. നോർമലായിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന് പവർ ടീം അങ്ങനെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ഷീണമായിരിക്കും. അവർക്ക് സെൽഫായിട്ട് തന്നെ ഒരുപാട് പ്രഷേഴ്സും കാര്യങ്ങളും മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉണ്ടാവും. ഈ ഒരു വർക്കും ചെയ്യണമല്ലോ, അടി തൊട, ബാത്റൂം ക്ലീനിങ്, കിച്ചൺ, പാത്രം മോഡൽ, ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മെൻ്റലിയും വീട്ടിൽ നിന്ന് വിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം ഓരോ ദിവസം കൂടുന്തോറും വരും. ആ ഒരു സംഭവമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പവർ ടീം ഇത്തിരി കൂടി അവരെ മാനുഷിക പരിഗണനയോടുകൂടി കണ്ടാലേ ഇവർക്കൊരു കംഫർട്ട് ഉണ്ടാവും. കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് ജോളി ആവണം എന്നല്ല, എന്നാലും ഈ ഒരു സ്വേച്ഛാധിപത്യം പറ്റില്ല. ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, ആ ലെവലിലേക്ക് പവർ ടീം പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശമാവും. ഇപ്പോൾ ജാൻമണിയൊക്കെയാണ് പവർ ടീമിൽ വരുവാണ്, ഇതിനെക്കാട്ടിലും അംഗമായിരിക്കും, അത് വേറെ കോമഡി. എന്തായാലും ഇപ്പം പവർ ടീമിൽ ഉണ്ടായിരുന്നവർക്കും അതൊരു ഇതായിരിക്കും. അടുത്ത ആൾക്കാരും മോശമായിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും പറയാൻ വരുന്നുണ്ടാവും, ഞങ്ങളായിരുന്നപ്പോൾ വലിയ പ്രശ്നമായിരുന്നല്ലോ, ഇനി വരുന്ന പവർ ടീം എങ്ങനെ നോക്കാന്നുള്ള രീതിയിലാണ് അർജുനൊക്കെ ഇന്ന് സംസാരിച്ചത്. അപ്സരയായിട്ടുള്ളൊരു ഡിസ്കഷനിൽ അർജുൻ സംസാരിക്കുന്ന അങ്ങനെ പവർ റൂമിനുള്ളിൽ വെച്ചിട്ട്. ജാസ്മിനും ഗബ്രിയും കൂടുതലായിട്ടും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തു പോകുന്ന കാര്യം. ഗബ്രി സ്വയം പറയുന്നുണ്ട്
ഞാൻ ഒരിക്കലും മെൻ്റലി ഡൗൺ ആയിട്ടില്ല. ജാസ്മിൻ പക്ഷെ അങ്ങനെയല്ല. ജാസ്മിൻ പറയാം അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിപ്പോകണമെന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പ് എന്താ പറഞ്ഞത്, എനിക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതിയെന്ന് തോന്നുന്നു ഗബ്രി എന്ന് പറഞ്ഞു. ഇപ്പം എന്താ പറയുന്നത്, അടുത്ത നോമിനേഷനിൽ പുറത്തു പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു സാധനം എപ്പിസോഡിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സായി ബ്രോയെ അടച്ചാക്ഷേപിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ റോബിൻ അണ്ണൻ്റെയൊക്കെ വീഡിയോ വന്നു, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഞാനും സീസൺ 4 ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. ബട്ട് പുള്ളി വന്നിട്ട് എപ്പോഴാണ് കളി തുടങ്ങിയത്, എത്രത്തോളം ബുദ്ധി ആൾ പ്രയോഗിച്ചിട്ടുണ്ട്. പുള്ളി വെറും പട്ടിഷോ ഇറക്കിയിട്ട് തന്നെയാണ് കയറി വന്നത്. പക്ഷേ ആ ഒരു ഗെയിം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ബ്ലസ്ലിയും റോബിനും ഒക്കെയാണ് കൊണ്ടുപോയത്. അതിൻ്റെ കൂടെ ഒരു ഷാഡോ ആയിട്ട് ദിൽഷ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റൊക്കെ ആയപ്പോൾ ദിൽഷ നന്നായി കളിക്കുകയും ചെയ്തു. ദിൽഷ വിന്നറായി, റോബിനിടയിൽ നിന്ന് പോയതുകൊണ്ട്. റിയാസും അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമർ തന്നെയായിരുന്നു. പക്ഷേ റിയാസിൻ്റെ കാര്യം ഇത്തിരി പ്രശ്നമായിരുന്നു. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്തതിൽ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടായിരുന്നു. പിന്നെ റിയാസ് വന്നത് 50-ാം ദിവസത്തിലാണ്. ഇത് 30-ാം ദിവസത്തിലും 29-ാം ദിവസത്തിലൊക്കെയാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർക്ക് ടൈമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി തുടങ്ങി. സായി ബ്രോ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ലെങ്കിലും സായി ബ്രോയെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു പേര് വീട്ടിൽ ഓരോരുത്തരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ 3 വീഡിയോ പിന്നാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം, അതായത് എൻ്റെ സുഹൃത്ത് എന്ന് കരുതിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം വീഡിയോ ഇടുന്ന ഒരാളല്ല. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി, സത്യം പറഞ്ഞു. ഇന്നലത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞു ഒരു ഇത്തിരി ടെൻഷൻ ആവാൻ തുടങ്ങി പുള്ളിയുടെ ഗെയിം കണ്ടിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് വാണിംഗ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ പുള്ളിയുടെ പവർ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇന്നൊരു ഡിസ്കഷനിൽ പുള്ളി പൂജയോട് പറയുന്നുണ്ട് ഈ ഒരു സംഭവം എന്താണ്, അതായത് കാറിൻ്റെ ഉള്ളിലിരുന്ന് റിവ്യൂ ചെയ്യുന്ന സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെയല്ല എന്ന് പൂജ പറയുന്ന സമയത്ത്, അത് സീക്രട്ട് ഏജൻ്റാണ്, സീക്രട്ട് ഏജൻ്റായിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല, അത്രയും സൗണ്ട് എടുത്തിട്ട് ഇവിടെ വലിയ കാര്യമില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. ഇപ്പം ഇരിക്കുന്നത് ഈ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത് സായി കൃഷ്ണയാണ് എന്ന് പുള്ളി പറയുന്നുണ്ട്. അതിൽ പുള്ളിക്ക് വ്യക്തമായ പുള്ളിയുടെ മനസ്സിൽ വ്യക്തമായ ഐഡിയാസും കാര്യങ്ങളും ഉണ്ടാവും. പകുതി കാര്യങ്ങളും പാളിപ്പോയേക്കാം, മനുഷ്യനാണ്, ഒരു എല്ലാം അങ്ങോട്ട് ശരിയാവണമെന്നില്ല. ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് ഈ ഒരു അലറി നിലവിളിക്കുന്നതല്ലാതെ ഒരു ഗെയിമായിട്ട് ഇതിൽ പുള്ളിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വെറുതെ അൺനെസസറി പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ പുള്ളി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഓരോ ഇൻസിഡൻറ്റ് കഴിയുമ്പോഴേ എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് വായിൽ പഴം തിരികെ വെച്ചിരിക്കണോ, അതുപോലെ തന്നെ പബ്ലിക് ഏജൻറ്റ് എന്നൊക്കെ പറഞ്ഞു. അതേ ഒരു പബ്ലിക് ഏജൻറ്റ് എന്ന് പറയാൻ കാരണമായിട്ടുള്ള ആ ഒരു സംഭവം, അതായത് ബിഗ് ബോസിൻ്റെ നിന്ന് വാണിംഗ് കിട്ടിയ 2 തവണ വാണിംഗ് കിട്ടിയ ആ ഒരു സംഭവം, പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള സംഭവം, അതേ സംഭവം കൊണ്ടല്ലേ ഇപ്പോൾ ജാസ്മിൻ ഡൗൺ ആയിട്ടിരിക്കുന്നത്. ജാസ്മിന് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈദിൻ്റെ എപ്പിസോഡായിരുന്നു, അടിപൊളിയായിരുന്നു. ജാൻമണി വാസ് വെരി ഹാപ്പി. ജാൻമണിക്ക് വലിയൊരു അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു മണവാട്ടിലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവർക്കത് നല്ല സന്തോഷമായിട്ടുണ്ടാവും. ഇതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ് വേറെ ഉണ്ടായിരുന്നു. മറ്റേ ജിൻഡോൻ്റെ കൂടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ആ ഒരു ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അതും ജാൻമണിക്ക് അപ്പോൾ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരെ ഞാൻ വിമർശിച്ചിട്ടുള്ളതാണ്, അവരുടെ ശാപത്തിനെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജിനെ ഞാൻ സർക്കാസ്റ്റിക്കലി ഇമിറ്റേറ്റ് ചെയ്ത് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് കണ്ട ആ ഒരു സംഭവം സായി ബ്രോയ്ക്ക് വരെ അത് ഇത്തിരി ഇതായിട്ട് തോന്നി. അവരുടെ സന്തോഷം കണ്ടിട്ട് സായി ബ്രോ പറഞ്ഞു, അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, ആ കരി തേക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കരി തേക്കുന്നത് ഒരു വലിയ തെറ്റ് ചെയ്ത ആളുകളുടെ മുഖത്താണ് കരി തേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് തളർത്താനും കാര്യത്തിനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് സായി ബ്രോ ജാൻമണിയോട് സംസാരിക്കുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്. ജാൻമണി ആയാലും തിരിച്ച് വളരെ സ്നേഹത്തോടു കൂടി തന്നെ വിഷ് ചെയ്യുന്നുണ്ട്. അതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷമായാലും ജാൻമണി ആയാലും അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട്. എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാം എഡിറ്റഡ് ആണല്ലോ കാണുന്നത്, 24/7 ആയാലും എഡിറ്റഡാണ് കാണുന്നത്. അതിലൊക്കെ ഇവർ കാണിക്കുന്നത് ഈ ഒരു കശപിശ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഓരോ ആളുകളുടെയും പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് ഇവർ കാണിക്കുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതായത് ഇപ്പോൾ സിബിൻ്റെ ആയാലും ആ ഒരു ടാസ്ക് ഇവർ മുക്കി എപ്പിസോഡിൽ. അതുപോലെ തന്നെ ലൈവിൽ നമ്മൾ കാണാതെ പോകുന്ന കുറേ പാട്ടുണ്ടാവും, അല്ലാതെ ഇവർ എഡിറ്റ് ചെയ്ത് കളയുന്ന കുറേ പാട്ടുണ്ടാവും. അവർക്ക്
വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തോന്നുന്ന ചില എലമെൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നല്ല എലമെൻറ്റ്സ് ആയിരിക്കും. അതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോവിന് സ്വാഭാവികമായിട്ടും വേണ്ടാത്തൊരു സാധനമായിരിക്കും. അതായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിപ്പോവുകയാണ്. എന്തായാലും സായി ബ്രോവിൻ്റെ ഒരു ഗെയിമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയും ഒരു ഇത്തിരി ഹോപ്പ് എനിക്ക് വന്നു തുടങ്ങി. ഒരു ജാസ്മിനാണ് തുടക്കം. ഇനിയുള്ളത് ആരൊക്കെയാണെന്നുള്ളത് ജിൻഡോ പിടികൊടുത്തില്ല. ജിൻഡോ ഇന്ന് ഗെയിം ചേഞ്ചർ ആയിരുന്നു. അത് അംഗീകരിച്ചേ പറ്റൂ. ജിൻഡോ നല്ല രീതിയിലുള്ള ബ്രില്യൻ ഗെയിമാണ് കളിച്ചത്. അതായത് പവർ ടീമിനെ മാറ്റണം എന്നുള്ള ഒരേ ഒരു അജണ്ടയായിരുന്നു ജിൻഡോയ്ക്ക്. അത് മാത്രമല്ല, ആ ഒരു നെഗറ്റീവ് വരാതിരിക്കുന്നതിന് വേണ്ടി പുള്ളി കരയുകയും ചെയ്തു. അത് ശരിക്കും ഇമോഷണലി കരഞ്ഞതാവാം ഒരു പക്ഷേ പുള്ളി നല്ല ബ്രില്യൻ ഗെയിമാണ് കളിക്കുന്നത്. അതുകൊണ്ട് ജിൻഡോന് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട്. വേറൊരു മാങ്ങാത്തൊലിയനുണ്ട്. അവൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ട് അവനെ പബ്ലിസിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറ്റയാണ്. അവൻ്റെ ചില ഭാഷകളും കാര്യങ്ങളും ഭയങ്കര മോശമാണ്. മനസ്സിലായ പലരെ പറ്റിയും ഗോസിപ്പ് പഠിക്കലാണ് അവൻ്റെ പണി. സിനിമാ നടികളെ പറ്റിയായാലും ആർട്ടിസ്റ്റുമാരെ പറ്റിയായാലും അതുപോലെ തന്നെ ആരെ പറ്റിയായാലും ഇപ്പോൾ സായി ബ്രോയെ പറ്റിയായാലും വളരെ മോശമായിട്ടുള്ള ചില കമൻസ് ഒക്കെ അവൻ പറയുന്നുണ്ട്. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു ചാനലിൻ്റെ പേര് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറയാനുള്ളത് അവരോട് പറയാം. എന്താ വെച്ചാൽ അവരുടെ വായന വരുന്ന അത്രത്തോളം അസഭ്യമായ, നന്നല്ലാത്ത, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ആണ്. ഓക്കെ, അപ്പോൾ അവരത് തിരിച്ച് മറുപടി കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതിപ്പോൾ ആരെ കുറ്റം പറയുകയാണെങ്കിലും കുറ്റം പറയുന്നതിന് ഒരു മാന്യതയുണ്ട്, വിമർശിക്കുന്നതിന് ഒരു മാന്യതയുണ്ട്. അത് വിട്ട് കളിക്കാതിരിക്കുക. ഇതേപോലെ ചെയ്യുന്ന ആളാണെങ്കിൽ, തെണ്ടിത്തരം തന്തയില്ലാത്തരം ചെയ്യുന്ന ആളാണെങ്കിൽ അവരെ അതേപോലെ തന്നെ വിമർശിക്കാം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാനും അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കാൻ അർഹരായിട്ടുള്ളവരോട് മാത്രം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ നന്നായിട്ട് ഡാൻസ് ഒക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്തു. സായി ബ്രോക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്രയും ചെയ്തല്ലോ എന്നുള്ളത് ഞാൻ നോക്കിപ്പോണം. സ്നേഹാസിസ് ആയാലും ജിത്തുബായ് ആയാലും അവർ ചൈൽഡ്ഹുഡായിട്ടുള്ള ഫ്രണ്ട്സാണ്. അവർ തന്നെ പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഹെൽനസ് പാർത്ത ധന്യ ആയാലും പറയുന്നുണ്ട്, ഡ്യൂഡ് കളിക്കുന്ന ഒരു വീഡിയോ എങ്ങാണ്ടേ ഉള്ളൂ. വളരെ റയറായിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ അത് വളരെ ഫണ്ണിയാണ്. അതായത് ഡാൻസിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പുള്ളിയാണ് അദ്ദേഹം. ഇപ്പോൾ പോയിട്ട് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തു. വേറെ വഴിയില്ല. ഒരു ഷോയിൽ പോയിരിക്കണം, പ്രാക്ടീസ് ചെയ്യുക, കളിക്കുക, പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അത് നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു ഡാൻസൊക്കെ കണ്ട സമയത്ത്. സ്റ്റാർട്ടിങ് കേട്ടോ. പിന്നീട് എല്ലാവരും നിന്ന് തിരിയണ പോലെ എനിക്ക് തോന്നി. സിബിൻ കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ള സംഭവം നല്ല അടിപൊളിയായിരുന്നു. അതായത് ഗബ്രി, ജാസ്മിൻ ഇവരെല്ലാവരും കൂടി കളിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്. ഈ ശരണ്യ എല്ലാവരും ഉണ്ടായിരുന്നു. നോറയൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്തു. സിബിൻ്റെ കൊറിയോഗ്രഫി സൂപ്പറായിരുന്നു. ഋഷി ചെയ്തായിരുന്നു തോന്നുന്നു സ്റ്റാർട്ടിങ്ങിലുള്ള മറ്റേ മണവാളൻ സെറ്റപ്പിലുള്ള സംഭവം. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ഒരു ഫണ്ണി എലമെൻ്റ് പോലെ തോന്നിയത്. അത് ഇത്തിരി ക്യൂട്ടാക്കായിരുന്നു. പുള്ളി നല്ല ടാലൻറ്റഡ് ആണ് ഋഷി. പക്ഷേ അങ്ങനെയുള്ള സ്റ്റെപ്സിന് പറ്റിയൊരു പാട്ടാണോ എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പറയുന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചെറുതായിട്ടെങ്കിലും ഒരു പോസിറ്റീവ് തോന്നുന്നുണ്ടോ സായി ബ്രോയുടെ ഗെയിമിനെ പറ്റി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നെഗറ്റീവ് മാത്രം പറയാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അംഗീകരിക്കുക. മാരുതി കാർ വേണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. പലരും പറയുന്നുണ്ട് ഒരു ടോയ് കാറെങ്കിലും അവിടെ കൊടുക്കണം ബിഗ് ബോസ്, ഇല്ലെങ്കിൽ നിലപാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന എല്ലാറ്റിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സംസാരിക്കുന്ന ഒരാളായിട്ടല്ല ഞാൻ പോകുന്നത്, ആസ് എ പേഴ്സൺ സായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളായിട്ടാണ് പോകുന്നത് എന്നുള്ളത് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പുള്ളിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് കൊടുക്കാൻ തോന്നിയത്. പുള്ളിയുടെ ആ ഒരു ഗെയിം കേട്ടോ, ഈ ഒരു മൈൻഡ് ഗെയിം ജാസ്മിനെ തളർത്താൻ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ജിൻഡോൻ്റെ അടുത്ത് ഉള്ളൊരു അപ്രോച്ച് മാറിപ്പോയി. അതുമാത്രമല്ല, അതൊരു ഇത്തിരി മണ്ടത്തരായി പോയി. ബുദ്ധിപൂർവ്വമുള്ളൊരു കളിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, ഇതാണ് എൻ്റെ അഭിപ്രായം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.